ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, ഈ സൈറ്റ് സെറ്റപ്പും അതിൻ്റെ ലൊക്കേഷനും മൂലം. അപ്പം നമ്മൾ ഈ ലൊക്കേഷനും കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് പണിത് കൊടുത്തൊരു വീട് പണിത് ഏകദേശം സ്ട്രക്ചറൊക്കെ തീർന്നപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു വ്യക്തി നമ്മുടെ ഓഫീസിൽ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് അതേ ബജറ്റിൽ തന്നെ അതേ രീതി തന്നെ എനിക്ക് അത് തന്നെ സാധനം അതേ പ്ലാൻ തന്നെ മതി. അപ്പം പുള്ളി പറഞ്ഞ പുള്ളിക്കാരൻ്റെ ലൊക്കേഷനും അതിൻ്റെ ദർശനവും എല്ലാം നോക്കിയിട്ട് നമുക്ക് പണിയാം, ഓക്കെ ആ ബജറ്റിലൊക്കെ റെഡിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പോൾ സൈറ്റ് പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് മനസ്സിലായത് ആ ബജറ്റും അതിനേക്കാൾ 20-25% കൂടുതലുണ്ടെങ്കിൽ പോലും തീരില്ല. കാരണം അവിടേക്ക് ചെല്ലാൻ നല്ലൊരു വഴിയില്ല, ലോഡുകൾ കൃത്യമായിട്ട് ഇറങ്ങത്തില്ല, ദർശനം വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ പൊസിഷൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ തീർച്ചയായിട്ടും മാറിയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ പണിക്കാർ ഒത്തിരി ചുമന്ന് നീക്കേണ്ടി വരുന്നു, പാറ ഒത്തിരി പൊട്ടിച്ച് മാറാനുണ്ട്, അതുപോലെ തന്നെ എർത്ത് വർക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് കൂടാതുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഈ കോസ്റ്റുകളെല്ലാം കൂടെ പരിഗണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, നമ്മൾ ചെയ്ത പ്ലാനും കാര്യങ്ങളും ഓക്കെ, നമുക്ക് വരച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ ലെവലിലേക്ക് വരുമ്പോഴുള്ള കോസ്റ്റ് ഈ സൈറ്റ് സെറ്റപ്പും അതിൻ്റെ ലൊക്കേഷനും മൂലം. അപ്പം നമ്മൾ ഈ ലൊക്കേഷനും കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കൃത്യമായിട്ടല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊജക്റ്റ് കോസ്റ്റിനെ വല്ലാണ്ട് ബാധിക്കുന്ന കാര്യം, വല്ലാണ്ടെന്ന് പറഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ബാധിക്കും. ഓക്കെ, താങ്ക് യു.